ഇതിപ്പോ കൂനുമ കുരു എന്ന് പറഞ്ഞ പോലെ ആയി അല്ലയോ? കൊല്ലാപ്പം ഉണ്ടാക്കി വെച്ചിട്ട് വേറൊരുത്തേയും കൊണ്ട് അവൻ അങ്ങ് പോയി. കിടന്ന് പെടാപ്പാട് പെടാതെ നീയും. അല്ല, ഇതിപ്പോ മൂന്നാമത്തെ അല്ലയോ? നിങ്ങളിങ്ങനെ പെറ്റ് കൂട്ടിയാ മതിയോ? വളർത്തണ്ടായോ? പോരാത്തതിന് നിന്റെ ആരോഗ്യവും പോവും. കൊച്ചെ, നിന്റെ നല്ലതിന് വേണ്ടി പറയുക. നമുക്കിതങ്ങ് വേണ്ടാന്ന് വെക്കാം. നിന്നെ വേണ്ടാന്ന് വെച്ച് ഇട്ടേച്ച് പോയ ഒരുത്തൻ്റെ വിത്ത് നീ ചുമക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഉണ്ടോ? നീ മനസ്സ് വെച്ചാൽ നിന്റെ ഈ കഷ്ടപ്പാടൊക്കെ മാറും. നിനക്ക് വേണ്ട എന്താന്ന് വെച്ചാൽ ഞാൻ തരാം. പക്ഷേ ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. ഈ ലോകത്തുള്ള എന്ത് പകരം തരാന്ന് പറഞ്ഞാലും എൻ്റെ കുഞ്ഞിനെ ഞാൻ വേണ്ടെന്ന് വെക്കില്ല. അവളെ അടുക്കുന്ന ലക്ഷണമില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? നിങ്ങളെന്താ ഈ കമ്പനി പൊട്ടിക്കാൻ വന്നാ? കഷ്ടപ്പാടും പട്ടിന്ന് ഒന്ന് പച്ച പിടിച്ചോട്ടെന്ന് കരുതിയാ വന്നപ്പോ തന്നെ പണിക്ക് നിർത്തിയത്. അതിനിപ്പോ എന്നാ കുഴപ്പം മേശ്ശേരി? അവള് ചെയ്യുന്നുണ്ടല്ലോ. അത് നീയായിട്ട് തീരുമാനിക്കണം. ഇതെന്നാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഇവിടുത്തെ കാര്യം ഒരു മേന്മയുണ്ട്, പേരുണ്ട്. ഇവിടൊക്കെ കാരണം അതാണ് ഇല്ലാണ്ടായത്. മുതലാളിയുടെ തെറി വേറെ. നിങ്ങളുടെ ഈ പണി മതി. ഇനി നിങ്ങൾ ആദ്യം ഒരു പഠിക്കും. എന്താ പറഞ്ഞത് മനസ്സിലായില്ലേ? നിങ്ങളുടെ പണി ഇനി പുറത്താ. ഇത്തിരി കാറ്റും വെയിലോ കൊള്ളുന്നത് നല്ലതാ. വന്നാട്ടെ വന്നാട്ടെ വന്നാട്ടെ. ഒരു പണി കൊടുക്കാന്ന് വിചാരിച്ചപ്പോ പണി കൊടുത്താക്ക് പണി തരാൻ നിർത്തും. പെണ്ണുങ്ങളെ, ഇവിടെ കൂടി ഈ പണിയൊക്കെ ഒന്ന് വൃത്തിയായിട്ട് പഠിപ്പിക്കേ. എന്റേതാ ദാസ, മുതലാളിയുടെ പ്രത്യേക ഇഷ്ടമൊക്കെ മാറിയാ? അത് മാറി മറിഞ്ഞൊക്കെ ഇരിക്കും. താനും കൂടി ചെല്ലു. എന്നെ നാടി ഒരു ഓക്കാനം. ഞങ്ങൾക്കും മൂക്കും വായും ഒക്കെ ഉള്ളതാ. പെണ്ണുമ്പളെ അവിടെ നിന്ന് നീറ്റേ. ആദ്യക്കിത്തിരി പാടാ, പിന്നെ ശരിയായിക്കോളും. വന്നപ്പോ തന്നെ വെയിലും മഴയും കൊള്ളിക്കാതെ അങ്ങ് അകത്ത് കയറ്റി വെച്ചതാണേ. ഇനിയിപ്പൊ കരുവാളിക്കും. കെട്ടിലമ്മ ചെളിക്കുണ്ടി വന്ന. അയ്യോ, മടലിന് നോവും. ഒന്ന് മേലെനിക്ക് അങ്ങോട്ട് അടിക്കടി.
കഴിയും